الله بسم الله والحمد لله والصلاة والسلام على أشرف المرسلين على آله وصحبه أجمعين والحمد لله رب العالمين. أشرف الخلق صلى الله عليه وسلم തങ്ങളെ അല്ലാഹു വറഫഅനാ ലക ദിക്റക് മറ്റാർക്കുമില്ലാത്ത വലിയ പദവി അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് നൽകി. അതിൻ്റെ ഭാഗമായി റസൂലുള്ളാഹിനെ ഖുർആനിൽ അല്ലാഹു വിളിച്ചപ്പോൾ മറ്റ് അമ്പിയാക്കളെ പേര് വിളിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ പേര് വിളിച്ച് അല്ലാഹു തആല അവരെ സംബോധനം ചെയ്തപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പേര് വിളിച്ചില്ല. യാ അയ്യുഹൻ നബിയു, ഓ ആദരവായ നബിയെ, യാ അയ്യുഹർ റസൂൽ, ഓ എന്ന് വലിയ ബഹുമാനത്തോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി ആണ് റസൂൽ വിളിച്ചത്, അല്ലാഹു വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു മറ്റാർക്കും കൊടുക്കാത്ത വലിയ പദവി നൽകി അല്ലാഹു ആദരിച്ചു. റസൂലുള്ളാഹിനെ വിളിക്കാൻ പേര് വിളിക്കരുത്. നിങ്ങൾ ചിലരെ വിളിക്കുമ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല. എന്നാൽ വിളിക്കൽ മാത്രമല്ല, റസൂലുള്ളാഹിനോട് സംസാരിക്കുന്ന രൂപവും അല്ലാഹു തആല പഠിപ്പിച്ചു. എപ്പോഴും അങ്ങോട്ട് കയറി ചെന്നിട്ട് എന്തു പറയാൻ പാടില്ല. ലാ തഖൂലു റായിന, മറ്റുള്ളവർ പറയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധന ചെയ്യാൻ പാടില്ല. റായി എന്ന് പറഞ്ഞാൽ ആ പദത്തിന് വിരോധികളായ ആളുകൾ ഒരു തൃപ്തികരമല്ലാത്ത അർത്ഥത്തിന് ഉപയോഗിക്കുകയും കൂടി ചെയ്യുന്നൊരു പദമാണ്. ഇപ്പം ചില ആളുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ആ പദം ഉപയോഗിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ലാ തഖൂലു റായിന, അവർ പറയും പോലെ നിങ്ങൾ പറയരുത്. എത്ര വലിയ പദവിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു നൽകിയത്. ലാ തുഖദ്ദിമു ബൈന യദൈ റസൂലില്ലാഹ്, ഒരിക്കലും റസൂലുള്ളാഹിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ നിങ്ങൾ നടക്കാൻ പാടില്ല. റസൂലുള്ളാഹിനോട് ചോദിക്കാതെ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഒരു വിഷയത്തിലും റസൂലുള്ളാഹിനെ മുമ്പിലാകാൻ പാടില്ല. പിന്നല്ല പറയുന്നത്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യിൻ, റസൂലുള്ളാഹിനെ അടുത്ത് വെച്ചിട്ട് ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ എന്താ, അന്തഹബത്ത് അമാലക്കും, നിങ്ങൾ ചെയ്ത അമലൊക്കെ പൊളിഞ്ഞു പോകും. നിസ്കാരത്തിനോ നോമ്പ് നോറ്റതിനോ സക്കാത്ത് കൊടുത്തതിനോ മറ്റ് സൽക്കർമ്മം ചെയ്തതിനോ പ്രതിഫലം ഇല്ലാന്നല്ലേ. എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കൊടുത്ത പദവി എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ. എന്നിട്ടെന്താ പറയുന്നു, ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. റസൂലുള്ളാഹിന്റെ അടുത്ത് വെച്ചിട്ട് ശബ്ദം കുറച്ച് സംസാരിക്കുന്ന ആളുകൾ, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും, അവരെ കൽബിനെ അല്ലാഹു പരിശോധിച്ചവരാണ്. തഖ്വക്ക് വേണ്ടി അല്ലാഹു പരിശോധിച്ചവരെ അടയാളാണ്. ഞാൻ ഈ ഓതുന്ന ആയത്തൊക്കെ റൗദാ ശരീഫിൻ്റെ അവിടെ മുമ്പിൽ എഴുതി വെച്ച് കാണാം, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, ശബ്ദം ഉയർത്തരുത്. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പെരുമാറിയൊരു പെരുമാറ്റം, ഹുദൈബിയ സന്ധിയിൽ നമ്മൾ താജുൽ ഉലമ എപ്പോഴും പറയും, വമ്പിച്ച വിജയം കിട്ടാൻ കാരണം ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന് പറയുന്ന ആള് മക്കത്തുനിന്ന് റസൂലുള്ളാഹിന്റെ ആളുകളിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പെരുമാറ്റം കണ്ട് അയാൾ പോയി പറഞ്ഞു കൊടുത്ത്, റസൂലുള്ളാഹിനെയും സഹാബ ആളുകളെയും അനുയായികളെ നേരിടാൻ കഴിയില്ല. ഞാൻ കിസ്റ കൈസറെ കണ്ടിരിക്കുന്നു, മറ്റ് പലരെയും കണ്ടിരിക്കുന്നു, അവരെ അനുയായികൾ നേതാക്കന്മാരോട് പെരുമാറുന്ന പെരുമാറ്റവും കണ്ടിരിക്കുന്നത്. അള്ളാഹിന്റെ റസൂലിനോട് സഹാബത്ത് പെരുമാറുന്ന പെരുമാറ്റം, ഇതുപോലത്തെ ഒരു പെരുമാറ്റം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ നിൽക്കുകയാണ്.
എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാണ്. ഒതെടുത്ത് വെള്ളം എല്ലാവർക്കും കിട്ടണം. കാതു യക്കത്തൂനല വധുഹി, ആ വെള്ളം കിട്ടാൻ അവർ ചണ്ട കൂടും. ഒരു സുഹൃത്തൊന്ന് അങ്ങ് തുപ്പിയാൽ ആ തുപ്പതിയിൽ നിലത്താവില്ല, ഒരാളെ കയ്യിലാവും. അത് തേച്ച് മേത്തേക്കും ബർക്കത്ത്. ഇത് കണ്ടപ്പോൾ ഉറുവത്തൂർ മസൂദ് ചോദിച്ചെന്ന് പറഞ്ഞു കൊടുത്ത് അവരെ നേരിടാൻ കഴിയില്ല. താജുലും എപ്പോഴും പറയുന്ന കഥയാണ്. അള്ളാഹു അവരെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ. പറഞ്ഞ എന്നെ പറയൂ പാപ്പ, കേട്ട് ഏതോ ഒരാൾ പഠിക്കട്ടെ ചേച്ചിട്ടാ പറയല്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ എത്ര വലിയ പദവിയാ. ഈ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റസൂലുള്ളാഹിനോട് പെരുമാറിയ അങ്ങനെയാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഖുതുബ താമ നിന്നപ്പോൾ റസൂലുള്ളാഹി നിന്നിടത്ത് നിന്നില്ല. ഹയാത്ത് കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിനെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞ് സിദ്ദീഖുൽ അക്ബർ നിന്നില്ല. അതെന്തേ? മാക്കാനിൽ ഇബ്നി അബീ ഖുഹാഫത യതഖദ്ദമ ബൈന യദൈ റസൂലിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശേഷം റസൂലുള്ളാഹി നിന്ന സ്ഥലത്ത് മിമ്പറിൽ നിന്ന് ഖുതുബോദില്ല. അതിനുശേഷം സിദ്ദീഖുൽ അക്ബർ വഫാത്തായി. രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അമീറുൽ മുഅ്മിനായപ്പോൾ സിദ്ദീഖുൽ അക്ബർ നിന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് നിന്നില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യം. അല്ലാഹു ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിൻ്റെ മദ്ഹ് പറയുന്ന മജ്ലിസാണ്. അല്ലാഹുവിൻ്റെ ഹാലിഹീങ്ങളായ ആളുകളെ പറയുന്നിടത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന മജ്ലിസാണ്. ഏഴാൻ ആകാശം വരെ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇവിടെ പൊതിയുന്ന മജ്ലിസാണ്. ആ ഒരു ബോധത്തോടുകൂടി മജ്ലിസിനെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് സ്വീകരിക്കുമാറാകട്ടെ. സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പെരുമാറിയോളും മഹാന്മാരായ ആളുകളെ പെരുമാറുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവും. അവരെ മജ്ലിസിനെ ബഹുമാനിക്കുക, അവിടെ പരിപാടി നടത്തുക, അവരെ പറയുക, ആദരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുക. അള്ളാഹ് ഇതിനൊക്കെ പൈസ ചെലവാക്കിയവർക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സിദ്ദീഖ് അക്ബർ ഉമർ ഖത്താബ് റസൂലുള്ളാഹിനോട് പെരുമാറിയോളും തൻ്റെ മശായിഖമാരോട് ഉസ്താദുമാരോട് പെരുമാറി. അത് കാരണമായി ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം റളിയല്ലാഹു തങ്ങളെ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ജീവിതകാലത്ത് അവരെ മുമ്പ് കൂടി നടക്കാൻ ആൾ തയ്യാറില്ല. എഴുത്തൊക്കെ പോകാൻ പലർക്കും പേടിയാണ്. സെയ്ദ് അലി ബാബയ്ക്ക് നിങ്ങളുടെ മെഞ്ഞാന്ന് പറഞ്ഞ് ഞാനങ്ങനെ പോകല്ല, അങ്ങനെ പേടിച്ചിട്ട് എന്താ പറയാതെ ഓർമ്മണ്ടാവുക. അല്ലാ അല്ലാ, ജീവിതകാലത്ത് അവർ ജീവിതം മുഴുവനും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചു. പഠനം നടത്തി, അതനുസരിച്ച് പ്രവർത്തിച്ച് ഇബാദത്തെടുത്ത് വലിയ പദവി നേടി മറ്റുള്ളവരെ സഹായിക്കാൻ. ആ സഹായം വഫാത്തിൻ്റെ ശേഷവും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നടത്തി പരിപാടി നടത്തി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിന് സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കൊക്കെ വലിയ പ്രതിഫലം ഉണ്ടാവും. അവർ രോഗം മാറും, അവരെ കടങ്ങൾ വീടൂ. അങ്ങനെ അതുവഴിയായി നമുക്ക് വലിയ ഗുണം ദുന്യവിയും ഉഖ്റവിയുമായി ലഭിക്കും. അങ്ങനത്തെ ഒരു പദവിയിലാണ് ബഹുമാനപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയത്. അവർക്കുള്ള പ്രധാന പരിപാടി അല്ലാഹുവിൻ്റെ റസൂലിനോട് വലിയ ബഹുമാനമാണ്, വലിയ സ്നേഹമാണ്. അത് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതാണ്. അങ്ങനെയാണ് മഹാന്മാരായ ആളുകൾ അവർ വലിയ പദവിക്കാരാവും. അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ പ്രിയം വെച്ചപ്പോൾ ഇദാ ഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു, ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞ് 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 മഹബത്ത് വെച്ചാൽ പേരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണണം, കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂടണം, കൂടിക്കഴിഞ്ഞാൽ പിന്നെ പിരിയുകയില്ല. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം റളിയല്ലാഹു തങ്ങൾ അവരെ മഹബത്ത് വെച്ച് അവരെ മദ്ഹ് പറഞ്ഞ് അങ്ങനെ അവരെ കണ്ട് അങ്ങനെ അവരുമായി കൂടിയ ഒരവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കറാമത്ത് കൊണ്ട് നമുക്കൊക്കെ നബി തങ്ങളോടുള്ള മഹബത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ.
അവിടുത്തെ പ്രിയം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ധാരാളം സ്വലാത്ത് എല്ലാം തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാം റസൂലുള്ളാഹ് മയ്യകും ബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്തു ഫി ആജാമിഹാ തജ്മീ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലാക്കി അതിൻ്റെ പേരിൽ അവിടുത്തെ മഹത്തുക്കളായ മഹാന്മാരെ ഔലിയാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഇൻ തൽഖഹുൽ ഉസ്തു സിംഹം ഇവനെ കണ്ടാൽ ഫി ആജാമിഹാ തജ്മീ മുന്നോട്ട് വരൂല, ഇവരോട് പോകും. അല്ലാഹു റസൂലുള്ളാഹിനുള്ള പ്രിയ തിരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഫദ്ലുതങ്ങളുണ്ടായിരുന്നു. ഫദ്ലുതങ്ങളെ ഖാദിമായിട്ട് നടന്ന ആളാണ് നമ്മുടെ നാസർ സാഹിബ്. അതിൻ്റെ വർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നല്ല ആലിമീങ്ങളാണ്. അല്ലാഹു തആല ഖിദ്മത്ത് എടുക്കുന്ന പോലെ മക്കൾക്ക് അല്ലാഹു വലിയ ഇൽമും തഖ്വയൊക്കെ ചെയ്യും. അല്ലാഹു നമുക്കൊക്കെ ഖിദ്മത്ത് എടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. ബഹുമാനപ്പെട്ട ഫദ്ലുതങ്ങൾക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ പ്രധാന സ്വഭാവം എന്തെങ്കിലും പൈസ കിട്ടിയാൽ മുത്താലിമേ കൊടുക്കൂ. ഓൽക്കോട് വലിയ സ്നേഹം, അവരങ്ങനെ കൊണ്ടുനടക്കും. സമയമാകുമ്പോൾ നിൽക്കായിരിക്കും, ആരെയും നോക്കൂല. നിൽക്കാറ് വൈകിപ്പോയാലും പിന്തിപ്പോയാലോ നിസ്കാരത്തിന് വല്ലാത്ത സ്ഥാനം കൊടുക്കുമായിരുന്നു. ഒരു പേരും പ്രശസ്തി അവർക്ക് ആവശ്യമില്ല. ഒരു സ്ഥലത്തും നോട്ടീസിന് പേര് കൊടുക്കാൻ അത് സമ്മതിക്കില്ല. എവിടെയും പേരും ദ്വാരത്തങ്ങ് പോവും. ഭക്ഷണമാണെങ്കിൽ എന്തെങ്കിലും മീനും കറിയും മതി എന്നാ പറയും. വലിയ ആർഭാടമൊന്നും വലിയ ചോറൊന്നും വേണ്ട. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് വേർപാടി പോകണമെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം കഴിഞ്ഞ് ഒറ്റ പോക്കാട്ട് പോകും. അങ്ങനെ മടവൂർക്ക് പോകും. ഇന്ത്യയുടെ ഞാനൊരു ദിവസം ക്ഷണിച്ച് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പുതിയാപ്പിള വന്നപ്പോൾ ഒരു തന്നാൽ എണീച്ച്. പുതിയാപ്പിളാരോട് വലിയ ബഹുമാനമാണല്ലോ പഴയ കാലത്തൊക്കെ. അങ്ങനെ ബഹുമാനിക്കേണ്ട മുത്താലിമീങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കപ്പെട്ടവരെ ബഹുമാനിച്ച് അങ്ങനെ വളരെ വിനീതനായി നമ്മളിൽ ജീവിച്ച് വഫാത്തായി പോയ ഒരു വലിയ ആളാണ് ബഹുമാനപ്പെട്ട ഫദ്ലുൽ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ മക്കൾ അല്ലാഹു തആല നല്ല ഇസ്സത്തിലാക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, പിതാക്കൾ അബൂബക്കർ ശാത്തിരി എന്ന് പറയുന്ന വലിയ മഹാനാണ് വടുതലയിൽ. അള്ളാഹു അവരെ പദവി അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തിൽപ്പെട്ട അവിടുത്തെ പാരമ്പര്യം നിലനിർത്തുന്ന അത് വരച്ച് കാണിച്ചിരുന്ന മഹത്തുക്കളാണ്. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിനോട് വല്ലാത്ത ബഹുമാനവും സ്നേഹവുമായിരുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുള്ള മഹത്തുക്കൾ CM വലിയുള്ളാഹിനെ വല്ലാണ്ട് ബഹുമാനിക്കുമെന്ന് പറഞ്ഞാൽ കാരണം ഇതാണ്. الذين آمنوا إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തഖ്വ ചെയ്ത കൂട്ടരിൽ അവരെ മറ്റുള്ളവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. നമ്മൾ അവരെ ബഹുമാനിച്ച് നടത്തുന്ന പരിപാടി പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടുത്തെ ഭക്ഷണം ഒരു ബർക്കത്തുള്ള ഭക്ഷണമാക്കി തരും. നമ്മൾ എത്ര കാശ് ഈ സമയത്ത് ഇപ്പോൾ തൊട്ടടുത്തതാ ഒരു പരിപാടി നടക്കുകയാണ്. എത്ര ചെറുപ്പക്കാരാണ് കാശും ചിലവാക്കി രാത്രി അവിടെ ഉറക്കം ചെയ്യുന്നത്. അതേ സമയത്ത് ഇവിടെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഒരുമിച്ച് കൂടാതെ ഉപയോഗിക്കുന്നില്ല. എത്ര നിന്നെ സ്തുതിച്ചാലും മതിയാവൂല. അള്ളാഹു നമ്മളെ അവൻ്റെ നന്ദിയുള്ള അടിമകളിൽ പെടുത്തി തെരുമാറാകട്ടെ.